ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ്തെറ്റിക് മാസ്റ്റർ. ശരിക്കും ഞാനിന്ന് ഫുള്ളി ഹാപ്പി ആയിട്ടൊരു എക്സൈറ്റിംഗ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തന്നെ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹെയർ സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹെയർ സ്ട്രൈറ്റ് ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് ടൈം കിട്ടുമല്ലോ. ഞാൻ എണീറ്റത് തന്നെ ലേറ്റ് ആയിട്ടാണ്. ഇന്ന് നമുക്കൊരു ഫുൾ ഡേ നമ്മളെ സ്ട്രൈറ്റനിങ്ങും മേക്കപ്പും ഒക്കെ എങ്ങനെ ലാസ്റ്റ് ചെയ്യുമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു ഡാർക്ക് സ്കിൻ ടോൺ എന്നാൽ എൻ്റെ ഫേസ് ഒരു കളറ്, ഹാൻഡ് ഒരു കളറാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പെട്ടെന്ന് പോകുമ്പോഴത്തേക്കും ഞാൻ നേരത്തെയും ഭയങ്കര റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ പല്ലിങ്ങനെ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കുറേ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഡ്രസ്സിലാവുക വൈറ്റ് ഇതിൻ്റെ ഡ്രീം ഔട്ട്ഫിറ്റാണ് ഗൈസ്. കഷ്ടപ്പെട്ടു കുറേ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓൺലൈനല്ല, അതുകൊണ്ട് ലിങ്ക് തരാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും നിങ്ങൾ എൻ്റെ വോയിസ് കേൾക്കുമ്പോഴേ ഞാൻ വിചാരിക്കുന്നത് അത്രയും ഭയങ്കര 100% സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എബൌട്ട് മൈ സ്കിൻ ആൻഡ് മൈ ലൈഫ്. ഈ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്കിൻ കെയർ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന മോയ്സ്ചറൈസർ കുറച്ച് ഡിഫറെൻ്റാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിടാം. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. പിന്നെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് നല്ല രീതിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺസ്ക്രീന് സ്കിപ്പ് ചെയ്യണമെന്ന്. പക്ഷെ ഒരിക്കലും സൺസ്ക്രീനൊക്കെ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഞാൻ ഒരു 2 വീക്സായിട്ട് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാൻ ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ സ്കിന്നിൽ. അപ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഫൗണ്ടേഷൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ ഡീപ്പായിട്ട് പറയാത്തത്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാം. അതായത് നമ്മളെപ്പോലുള്ള കോളേജ് ഗേൾസിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ടാൻഡായിട്ടുള്ള സ്കിന്ന് ഉള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിലോ, അപ്പോൾ അത് മസ്റ്റായിട്ട് ഞാൻ ഇടാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ബസ്സിലായിരിക്കും ട്രാവൽ ചെയ്യണം. എപ്പോഴും നമുക്ക് AC അങ്ങനത്തെ ഒരു കണ്ടീഷനിലല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുക, വലിയ എക്സ്പീരിയൻസും പ്രൊഫഷണൽ മേക്കപ്പൊന്നും അല്ല ഞാൻ. പക്ഷേ എന്നെക്കൊണ്ട് എനിക്കൊരാളെ ഹാപ്പി ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയാൽ അതിൽ പല സന്തോഷം വേറെ ഇല്ല. കാരണം ഞാനും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ, നമുക്ക് ഫോട്ടോ എടുത്ത് തന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ്, ഒരുപാട് നല്ല ക്ലാരിറ്റിയുള്ള ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതൊക്കെ ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഫൗണ്ടേഷൻ ഇടുക. ഫൗണ്ടേഷൻ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ഒരു മോയ്സ്ചേർഡ് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ആ ഒരു ചെറിയ വെറ്റുള്ള സ്കിന്നുണ്ടല്ലോ, അതിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിലോട്ട് അതൊന്ന് ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് അത്ര പ്രൊഫഷണലായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു 1 ഡേ നല്ല രീതിക്കൊന്ന് പുറത്ത് പോകാൻ സെറ്റായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ, ഫോട്ടോയിൽ, അതായത് ഈ വീഡിയോ കാണുന്നതുകൊണ്ടാണ് കുറച്ചിങ്ങനെ എറിച്ച് നിൽക്കുന്നത്. പിന്നെ പൊതുവേ എനിക്ക് ആ ഒരു നമ്മൾ വാട്ടറുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് സ്പഞ്ച് മുക്കി ബ്ലെൻഡ് ചെയ്ത് അത് ഇടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നമുക്ക് ഈ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് നമുക്കിടാം. മേക്കപ്പ് ബ്രഷ് വെച്ചിട്ടും ഇടാം. ഞാൻ കൈ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കൈ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം നമ്മുടെ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷ്, ഇതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്, അത് വെച്ചിട്ട് നല്ല രീതിക്ക് ഇതിനെ ഇങ്ങനെ വൈപ്പ് ചെയ്ത് എക്സ്ട്രാ ഉള്ളതൊക്കെ വൈപ്പ് ചെയ്ത് ഒരു നല്ലൊരു ഫോമിലോട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കരിയൊക്കെ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. അതും NYBയുടേതാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അതിട്ട് കൊടുത്തു. പിന്നെ ഈ മാല കുറച്ച് എക്സ്പെൻസീവാണ്. ഞാൻ വാങ്ങിച്ചതിൽ വെച്ചിട്ട് എൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് ഇത് എക്സ്പെൻസീവാണ്. 225 രൂപ ആ ഒരു റേഞ്ച് വരും. പിന്നെ കമ്മൽ നമ്മളതിലുള്ള പഴയൊരു സ്റ്റഡ് കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐബ്രോ സ്ഥിരം ചെയ്യും പോലെ, ഐബ്രോ ചെയ്യാൻ അറിയത്തില്ല, പക്ഷേ ഞാൻ എപ്പോഴും പറയില്ലേ, നമ്മുടെ സാറ്റിസ്ഫാക്ഷന് നമ്മൾ മേക്കപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഐഷാഡോ അതൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ട് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുക, ഐഷാഡോ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ സെറ്റിംഗ് സ്പ്രേ നേരത്തെ അടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലിപ്പം ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോക്കൽ ഐലൈനറാണ്. അപ്പോൾ നമുക്കത് ബഡ്ജറ്റ് ആയിട്ടില്ല. അപ്പോൾ ബഡ്ജറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ജെൽ ഐലൈനർ വാങ്ങാം. അപ്പോൾ ഈ ഐലൈനർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ
എനിക്ക് ഇപ്പോൾ ഞാൻ സെറ്റിംഗ് സ്പ്രേ ഇതിൻ്റെ പുറത്തൂടെ അടിക്കുകയാണെങ്കിൽ അത് മൊത്തം പടരും, അതെനിക്കറിയാം. കാരണം 35 രൂപയുടെ ഐലൈനറാണ്. നമുക്ക് ആ ഒരു ഡെയിലി ബേസിസ് നമ്മൾ ആ ഒരു ബഡ്ജറ്റിനൊക്കെ യൂസ് അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക് പിന്നെ ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ മസ്കാരയൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു ലുക്കാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ശരിക്കും എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ പൊട്ട് വെക്കാതെ ഒരു ലുക്ക് ചെയ്യുന്നത്. ശരിക്കും എപ്പോഴും എല്ലാം ഇട്ടിട്ട് നോക്കുമ്പോഴത്തേക്കും പൊട്ടില്ലെങ്കിൽ ഒരു ശോകമാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പൊട്ട് വെക്കുന്നില്ല ഇതിൽ. പിന്നെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഒരു പുതിയ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു. ശരിക്കും റിവ്യൂ കണ്ടിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ഞാൻ അതിൻ്റെ ഫ്രേഗ്രൻസ് ഒന്നും ശ്രദ്ധിച്ചില്ല. ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ രണ്ടും നോട്ട് ഗുഡ്. പക്ഷെ നമ്മുടെ ഈ ബ്ലൂ ഹെവൻ്റെ ഇത് നമ്മൾ ഇതിന് മുന്നേയും കാണിച്ചിട്ടുണ്ട്, ഈ ഡാർക്ക് ഷെയ്ഡ്. അത് അടിപൊളിയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു കോളേജ് ഗേൾസ് സ്റ്റുഡൻസൊക്കെ സ്റ്റാർട്ടിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക്കും അതായത് 2 ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്ത് തന്നെ ഞാനൊരു ബ്ലഷായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് നമ്മളെ ലുക്ക് മാറും. പിന്നെ ഞാൻ ഇന്ന് നല്ല രീതിക്ക് സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല, കാരണം ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ വണ്ടിയിലൊക്കെ ഇരുന്നുകൊണ്ട് ഭയങ്കര ഒരു മെസ്സായിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സ്കിന്നിൻ്റെ അപ്ഡേറ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഹൈവേ വഴിയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ചിതറാൽ എന്ന് പറഞ്ഞിട്ടൊരു ജൈൻ ടെമ്പിളൊക്കെ ഉള്ളൊരു മല പോലത്തെ ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനത് സ്കിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഈ സൺസെറ്റും അതായത് ഈ സണ്ണിൻ്റെ വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോയിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലറിയാം. അപ്പോൾ നമ്മൾ ചിതറാൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാറ ആ ഒരു സ്പോട്ടിങ്ങാണ്. പക്ഷേ നമ്മൾ ഇത്രയും ദൂരം കയറി പോണതിൻ്റെ ആ ഒരു വെർത്ത് അത് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് പോയത്. ഇതാണ് നമ്മുടെ ഗ്യാങ്. നമ്മൾ ഇന്ന് ട്രിപ്പ് പോയത്. സാറിനെയൊക്കെ ഫേമസ് ആക്കല്ലോ. അപ്പോൾ അതെന്നെ പഠിപ്പിച്ച സാറാണ്. ശരിക്കും നമ്മൾ പഠിപ്പിച്ച സ്ഥാപനത്തിൽ തന്നെ ഒരു അപ്രൻറ്റീസ് സ്റ്റാഫായിട്ട് പോയിട്ട് ശരിക്കും അത് അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല വ്യൂ കിട്ടും കേട്ടോ. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ വ്യൂ കിട്ടും. എല്ലാം ഇങ്ങനെ പാറയും കുറച്ചിങ്ങനെ ടെമ്പിളിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല. പിന്നെ നല്ല ഇപ്പോൾ ട്രഡീഷണൽ വെയേഴ്സൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി കുറേ ഫോട്ടോസൊക്കെ കിട്ടും. ഇവിടെയൊക്കെ ഇരുന്നിട്ട് നല്ല രീതിക്ക് നല്ല സ്പോട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നമ്മൾ പടി കയറി കുറേ ദൂരം നടന്നു പോകുന്നതിന് ഭയങ്കര വെർത്താണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ ഇങ്ങനെ പാറയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിന്ന് നല്ല വൈബിൽ വീഡിയോസ് എടുക്കാം. പിന്നെ അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ നമുക്ക് പാറയൊക്കെ ഉണ്ട്. പക്ഷേ ഈ റീൽസിനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ്. ഇറങ്ങി താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ വേറൊരു വ്യൂ ആണ് ഗൈസ്. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ മൊത്തം ചൂടും വെയിലും ഒക്കെ കൊണ്ട് മുകളിൽ കയറുമ്പോഴത്തേക്ക് അയ്യോ ഭയങ്കര ഒരു തണുപ്പാണ്. അത്രയ്ക്ക് ഭയങ്കര എത്രയും ഇതിൽ പറയണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മസ്റ്റ് വാച്ചാണ്. ശരിക്കും എൻ്റെ കൂട്ടിലിട്ട കിളിക്ക് ഒരു ദിവസം ഇങ്ങനെ പറന്ന് കിടക്കാൻ അവസരം കിട്ടിയ കണക്കാണ് ഞാൻ. ശരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ കോളേജിൽ നിന്ന് പോയിട്ടുണ്ട്, അല്ലാതെ ഞാൻ IT നിന്ന് പോയ ടൂർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതേപോലെ തന്നെയാണ് ഇന്ന് പോയ ടൂറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഈ മലയിലെടുത്ത വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ തമിഴ്നാട് മാർത്താണ്ഡം ജില്ലയിലെ ചിതറാൽ ടെമ്പിൾ. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ സ്കിന്നിൻ്റെ അപ്ഡേറ്റ് അതായത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വേർത്തതൊക്കെ ഞാൻ നല്ല രീതിക്ക് തുടച്ച് കളഞ്ഞു. പിന്നെ നമ്മൾ രാവിലത്തെ അതായത് 10:15 ആ ഒരു ടൈം, ആ ഒരു 10:15 11 മണി എന്തോ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിച്ചു. പക്ഷെ ഭയങ്കര ശോകമായിരുന്നു. മുട്ടക്കറി കൊള്ളായിരുന്നു. നല്ല ആവറേജ് ഒരു കടയിൽ കയറിയിട്ടാണ് കഴിച്ചത്. നമ്മൾ ഉച്ചയ്ക്ക് വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കന്യാകുമാരി ബിരിയാണിയല്ല, ഫ്രൈഡ് റൈസാണ് കഴിച്ചത് കന്യാകുമാരിയിൽ നിന്ന്. ഇതിനിടയ്ക്ക് നമ്മൾ തൊട്ടിപ്പാലം അവിടെ പോയിട്ടുണ്ടായിരുന്നേ. കറക്റ്റ് സ്ഥലം പറഞ്ഞു തരാൻ അറിയത്തില്ല. അവിടെ പക്ഷേ ശോകമാണ് കേട്ടോ. നിങ്ങൾ അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്. മാതൂർ തൊട്ടിപ്പാലം അങ്ങനെ എന്തോ ആണ്, അവിടെ കൊള്ളത്തില്ല. പിന്നെ ഇവിടെ നമ്മുടെ കന്യാകുമാരി സത്യം പറഞ്ഞാൽ അവിടെ 4 o'clock ആകുമ്പോഴത്തേക്കും അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഇവിടെ പോകാനുള്ള ആ ഒരു ഇതൊക്കെ അടയ്ക്കും.
പക്ഷെ അത് നടന്നില്ല. പിന്നെ ഗൈസ് വീണ്ടും ഞാൻ എക്സൈറ്റഡ് ആവുക, കാരണം രാത്രി വെളിയിറങ്ങാത്ത ഞാൻ ഇന്ന് കടലിൽ ചെന്നിരുന്നു, കടൽ കണ്ടു, പിന്നെ എല്ലാവരുമായിട്ട് കടലിൻ്റെ അവിടെ ഇരുന്ന് ചില്ലടിച്ചു. ശരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി നൈറ്റ് ഫുഡ് തട്ടുദോശ, തട്ടുകടയല്ല പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് നൈറ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങണത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അതായത് എൻ്റെ സ്ഥലത്തുനിന്ന് കുറച്ച് മുമ്പായിട്ടുള്ളൊരു ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ പറഞ്ഞ പോലെ എക്സൈറ്റഡ്, നൈറ്റ് ഫുഡിങ് എക്സൈറ്റഡ്. അപ്പോൾ ദോശയാണ് പറഞ്ഞത്, ദോശയും. പക്ഷെ നമ്മൾ ലേറ്റായിട്ടാണ് പോയത്, അവിടെ ഫുഡ് വരാനൊക്കെ താമസിച്ചു. ഇപ്പോൾ നേരത്തെ 10:30 വീട്ടിൽ കയറണം. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഫുഡൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. ദോശ, നല്ല ദോശയാണ് വന്നത്, നല്ല ചൂട് ദോശയും ചിക്കൻ കറിയായിരുന്നു. ചിക്കൻ കറി ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് എടുത്തെടുത്തോ. അപ്പോൾ നൈസായിരുന്നു. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.